നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ രൂക്ഷമായ ആരോപണങ്ങൾ ഉന്നയിച്ച് വാർത്താമാധ്യമങ്ങളിൽ സജീവമായിരുന്ന എഴുത്തുകാരിയും പ്രസാധകയുമായിട്ടുള്ള എം.എ. ഷഹനാസ് ഒടുവിൽ നിയമക്കുരുക്കിൽപ്പെട്ടിരിക്കുകയാണ്. രാഹുലിനെതിരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളികൾ ഉയർത്തിയിരുന്ന ഷഹനാസ് ഇപ്പോൾ കോടതി വരാന്തയിൽ എത്തി നിൽക്കുന്ന സാഹചര്യമാണ്. പ്രമുഖ എഴുത്തുകാരൻ വി.ആർ. സുധീഷ് നൽകിയ മാനനഷ്ട കേസിൽ കോഴിക്കോട് ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി മുമ്പാകെയാണ് ഇവർ കീഴടങ്ങിയത്. കോടതി പലതവണ ആവശ്യപ്പെട്ടിട്ടും ഹാജരാകാത്തതിനെ തുടർന്ന് ജാമ്യമില്ലാ വാറണ്ട് പുറപ്പെടുവിച്ചതോടെയാണ് കീഴടങ്ങുകയല്ലാതെ മറ്റ് വഴികളില്ലെന്ന അവസ്ഥ വന്നത്. രാഷ്ട്രീയ വൃത്തങ്ങളിലും സാംസ്കാരിക ലോകത്തും തന്നെ വലിയ ചർച്ചകൾക്ക് ഈ ഒരു സംഭവം വഴി തുറന്നിരിക്കുകയാണ്. ഈ കേസിൻ്റെ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ 2023 മീറ്റു വിവാദത്തിലേക്കാണ് കാര്യങ്ങളൊക്കെ തന്നെ എത്തുന്നത്. അന്ന് എഴുത്തുകാരൻ വി.ആർ. സുധീഷിനെതിരെ ഷഹനാസ് നടത്തിയ വിവാദ പരാമർശങ്ങൾ തൻ്റെ സാമൂഹിക ജീവിതത്തെയും അന്തസ്സിനെയും മോശമായിട്ട് ബാധിച്ചുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അദ്ദേഹം നിയമപോരാട്ടം തുടങ്ങിയത് തന്നെ. ഈ കേസിൽ കോടതി തുടർച്ചയായിട്ട് സമൻസ് അയച്ചിട്ടും ഹാജരാകാതിരുന്ന ഷഹനാസിനെതിരെ 2025 ജൂണിലും പിന്നീട് ഡിസംബർ 26 കോടതി കടുത്ത നടപടി സ്വീകരിച്ചിരുന്നു. എന്നാൽ പ്രതി പോലീസിൻ്റെ കൺമുന്നിലുണ്ടായിട്ടും അറസ്റ്റ് ചെയ്യാനായിട്ട് വൈകിയത് വലിയ വിവാദമായി മാറിയിരുന്നു. ഒടുവിൽ പ്രതിയെ പിടികൂടുന്നതിൽ വീഴ്ച വരുത്തിയ ബേപ്പൂർ SHOയ്ക്ക് കോടതി മെമ്മോ അയച്ചതോടെയാണ് നിയമ നടപടികൾക്ക് വേഗതയേറിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളാണ് ഷഹനാസിനെ സമീപകാലത്ത് വാർത്തകളിൽ സജീവമാക്കിയത്. KPCCയുടെ സാംസ്കാരിക സംഘടനയായ സംസ്കാര സാഹിത്യയുടെ സംസ്ഥാന ഭാരവാഹിയായിരിക്കെയാണ് രാഹുൽ തനിക്ക് മോശമായ സന്ദേശങ്ങൾ അയച്ചുവെന്നും അതിന് തെളിവുണ്ടെന്നും ഇവർ അവകാശപ്പെട്ടത്. എന്നാൽ ഈ ആരോപണങ്ങളെ ശക്തമായി നേരിട്ട രാഹുൽ ഷഹനാസിനെതിരെ 10 കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തു. തനിക്കെതിരെ ഉയരുന്ന വ്യാജ ആരോപണങ്ങൾക്ക് അറുതി വരുത്താനാണ് നിയമ നടപടി സ്വീകരിച്ചതെന്നും കോടതി വിധിയിലൂടെ ലഭിക്കുന്ന പണം ഉപയോഗിച്ച് ഭവനരഹിതരായിട്ടുള്ള 100 പേർക്ക് വീട് വെച്ച് നൽകുമെന്നും രാഹുൽ പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ വിഷയം രാഷ്ട്രീയമായി വലിയ മാനങ്ങൾ കൈവരിച്ചിരിക്കുകയാണ്. ഷഹനാസിന്റെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന പഴയകാല വിവാദങ്ങളും ഇപ്പോൾ വീണ്ടും ചർച്ചയാകുന്നുണ്ട്. 2014 കോഴിക്കോട് ഗുരുവായൂരപ്പൻ കോളേജിൽ വിദ്യാർത്ഥിനിയായിരിക്കെ IAS ലഭിച്ചുവെന്ന് വിശ്വസിപ്പിച്ച് കോളേജ് അധികൃതരെ കൊണ്ട് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് ഇതിൽ പ്രധാനമാണ്. അന്ന് ലഭിച്ച സ്വീകരണങ്ങളും വ്യാജ അവകാശവാദങ്ങളും പിന്നീട് പൊളിഞ്ഞു വീണിരുന്നു. രാഷ്ട്രീയ രംഗത്തും സാംസ്കാരിക രംഗത്തും സജീവമാകാൻ ഇത്തരം വ്യാജ നിർമ്മിതികൾ ഉപയോഗിച്ചുവെന്ന വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വക്കീൽ നോട്ടീസ് ലഭിച്ചപ്പോൾ 10 കോടി രൂപ ഉണ്ടെങ്കിൽ എത്ര ബിരിയാണി വാങ്ങിക്കഴിക്കാമായിരുന്നു എന്ന ഫേസ്ബുക്കിൽ പരിഹസിച്ച ഷഹനാസിന് ഇപ്പോൾ സ്വന്തം വാക്കുകൾ തന്നെ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. നിയമവ്യവസ്ഥയോടുള്ള പുച്ഛം കലർന്ന സമീപനമാണ് ഷഹനാസ് പലപ്പോഴും പുലർത്തിയിരുന്നത്. വക്കീൽ നോട്ടീസ് ലഭിച്ചതിനെ തുടർന്ന് കോഴിക്കോട് ബീച്ചിലിരുന്ന് ബബിൾസ് ഉണ്ടാക്കി പറത്തുന്ന വീഡിയോ പങ്കുവെച്ചുകൊണ്ട് രാഹുലിനെ ഇവർ പരിഹസിച്ചിരുന്നു. പറന്നുയർന്ന് പൊട്ടിപ്പോകുന്ന കുമിളകളെ പോലെയാണ് ഈ കോടികൾ എന്നായിരുന്നു അന്ന് ഷഹനാസിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ നിയമം അതിൻ്റെ വഴിക്ക് നീങ്ങിയതോടുകൂടി പരിഹാസങ്ങൾ അവസാനിക്കുകയും കോടതിക്ക് മുന്നിൽ വന്ന് കീഴടങ്ങേണ്ടി വരികയും ചെയ്തിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ ശ്രമിച്ച ഷഹനാസിനെ സ്വന്തം പാർട്ടിയിൽ നിന്നും തിരിച്ചടികൾ നേരിടേണ്ടി വന്നു. 2025 ഡിസംബറിൽ സംസ്കാര സാഹിത്യയുടെ ഔദ്യോഗിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നിന്നും ഇവരെ നീക്കം ചെയ്തിരുന്നു. തൻ്റെ പരാമർശങ്ങൾ പിൻവലിച്ച് മാധ്യമങ്ങളിലൂടെ മാപ്പ് പറയണമെന്നും 25 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകണമെന്നുമാണ് വി.ആർ. സുധീഷിൻ്റെ ആവശ്യം. വ്യാജ ആരോപണങ്ങളും വ്യാജ സർട്ടിഫിക്കറ്റ് കഥകളും പൊളിഞ്ഞു വീഴുമ്പോൾ ഷഹനാസിൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ചോദ്യചിഹ്നത്തിലായിരിക്കുകയാണ്. ഇവിടെ നിയമത്തെ വെല്ലുവിളിക്കുകയും നിയമത്തെ പരിഹസിക്കുകയും ചെയ്തവർക്ക് ഒടുവിൽ നിയമത്തിന് മുന്നിൽ തന്നെ തലകുനിക്കേണ്ടി വരുന്നു എന്നത് അതിനോട് തെളിവാണ് കോടതി മുമ്പാകെയുള്ള ഈ ഒരു കീഴടങ്ങൽ.